ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി വിവരൺ പഠേ എന്ന് പറഞ്ഞാൽ എന്താ? വിവരണം വായിക്കുക. ഓർ പ്രശ്നമൊക്കെ ഉത്തരലിക്ക്, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, ആദ്യം എന്താണ്? അജന്യ മേരാ മിത്ര ഹേ. അജന്യ എൻ്റെ ഫ്രണ്ടാണ്, മിത്രമാണ്, കൂട്ടുകാരനാണ്. അജന്യ മേരാ മിത്ര ഹേ. ഉസ്കി ആയു. ആയു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏജ്. ആയു എന്ന് പറഞ്ഞാൽ എന്താണ്? വയസ്സ്. ഓക്കെ, ആയു എന്ന് പറഞ്ഞാൽ എന്താണ്? വയസ്സ്. വയസ്സ് എത്രയാണ്? 10 സാൽ ഹേ. 10 എന്ന് പറഞ്ഞാൽ 10 വയസ്സ്. ഓക്കെ, വഹ് 5വീ കക്ഷാക്കി ഛാത്ര ഹേ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കക്ഷ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും, ക്ലാസ് ആണ്. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 5വീ എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്. ഛാത്ര എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റുഡൻറ്റ്. ഓക്കെ, വഹ് സുന്ദർ ഹേ. ഹം ദോനോ GUP സ്കൂൾ കാൺപൂർ മേ പഠിത്തി ഹേ. അപ്പോൾ നമ്മൾ രണ്ടാളും എവിടെ പഠിക്കുന്നത്? GUP സ്കൂൾ കാൺപൂർ മേ പഠിത്തേ ഹേ. अजन्या के घर माताजी पिताजी और भाई भी है. മാതാജി പിതാജി ഓർ ഭായ് ബി ഹേ. അപ്പോൾ അജന്യയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മാതാജിയുണ്ട്, പിതാജിയുണ്ട്, പിന്നെ ആരുണ്ട്? ഭായിയും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രൊഫൈല്. അപ്പോൾ ഇതിൻ്റെ ചോദ്യം ഒന്നുകൂടി നിങ്ങൾ വായിച്ചു നോക്കണം. എന്തൊക്കെയാണ്? അജന്യ മേരാ മിത്ര ഹേ. ഉസ്കി आयु 10 साल का है. वह 5वीं कक्षा की छात्रा है. ओके, वह सुंदर है. हम दोनों GUP कानपुर में पढ़ते हैं. अजन्या के घर में माताजी पिताजी और भाई भी है. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് അജന്യക്ക് പ്രൊഫൈൽ തയ്യാറാക്കാൻ. ഇവിടെ നാം എന്ന് പറഞ്ഞാൽ എന്താണ്? പേര്, നെയിം. നാം ഇവിടെ എന്താണ്? അജന്യ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അജന്യ എന്ന് എഴുതാം. ഓക്കെ, ആയു എന്ന് പറഞ്ഞാൽ എന്താണ്? വയസ്സും ഇവിടെ തന്നിട്ടുണ്ട് 10. ഓക്കെ, അപ്പോൾ നാം എന്താണ്? അജന്യ എന്ന് എഴുതാം. ആയു എന്ന് പറയുമ്പോൾ 10. കക്ഷ എന്ന് പറയുമ്പോൾ 5. സ്കൂൾ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. സ്കൂൾ GUP കലവൂർന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, നാം അജന്യ, ആയു 10, കക്ഷ 5, സ്കൂൾ GUP കലവൂർ. ഓക്കെ, ഇനി അടുത്ത എന്താണ് ചോദ്യം? അജന്യക്ക് ഘർ മേ മാതാജി പിതാജിക്ക് അലാവ ഓർ കോൻ ഹേ. അജന്യയുടെ വീട്ടിൽ മാതാജി ഉണ്ട്, പിതാജി ഉണ്ട്. കെ അലാവ എന്ന് പറഞ്ഞാൽ കൂടാതെ, അവർ കൂടാതെ. ഓർ കോൻ ഹേ, വേറെ ആരാ ഉള്ളത്? അപ്പോൾ ഇവിടെ ബായ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ബായ്, അതും ക്വസ്റ്റ്യനിലുണ്ട്. അപ്പം നമുക്ക് ബായ് എന്ന് ഇവിടെ എഴുതാം. അപ്പം വളരെ എളുപ്പമുള്ള ഒരു പ്രൊഫൈലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രപടി ഓർ ദേക്കെ ഓർ നാം ലിഖെ. അതായത് ഈ ചിത്രം നോക്കിയിട്ട് ഇതിൻ്റെ പേരെഴുതാനാണ്. അപ്പോൾ ഇവിടെ പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയാണ് നമ്മൾ പാൽത്തു ജാൻവർ, നമ്മുടെ പെറ്റ് ആനിമൽസിനെയാണ് നമ്മൾ പാൽത്തു ജാൻവർ എന്ന് പറയുന്നത്. ജംഗലി ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൽഡ് ആനിമൽസ്, കാട്ടിലുള്ള ആനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജംഗലി ജാൻവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ആനിമൽസും വൈൽഡ് ആനിമൽസും നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇവിടെ പാൽത്തു ജാൻവർ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ആരൊക്കെയാണ്? ഇത് ബക്കരിയാട്ടോ. ഇവിടെ ആടാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ബക്കരി. അപ്പോൾ ഇവിടെ ഷേർ ഉണ്ട്, ബക്കരി ഉണ്ട്, ഗായ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? നമ്മുടെ പാൽത്തു ജാൻവറിൽ എന്തെല്ലാം എഴുതാം? പാൽത്തു ജാൻവർ ബക്കരി എഴുതാം. പാൽത്തു ജാൻവറിൽ ബക്കരി എഴുതാം. പിന്നെ നമുക്ക് ഗായിനിയും എഴുതാം. ഓക്കെ, ജംഗലി ജാൻവറിൽ നമുക്ക് ഷേർ എഴുതാം. പിന്നെ ഇതെന്താണ്? ഇത് കുറുക്കനാണ്. കുറുക്കനെ നമ്മൾ എന്താ പറയുക? ലോമഡി. ഓക്കെ, ലോമഡി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അപ്പം നോക്കുക, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു സംഭവമാണ്. ജിറാഫ് എല്ലാവർക്കും അറിയാം. ജിറാഫ്. ഗായ് എന്ന് പറഞ്ഞാൽ കൗ, പശു. ഗായ് എന്ന് പറഞ്ഞാൽ കൗ, പശു. ഹിരൺ എന്ന് പറഞ്ഞാൽ മാനാണ്. മാൻ. ഖർഗോഷ് എന്ന് പറഞ്ഞാൽ റാബിറ്റാണ്. കുത്ത, ഡോഗ്, ഷേർ, ലയൺ, ബന്ദർ എന്ന് പറഞ്ഞാൽ മങ്കി, ബില്ലി, കാറ്റ്, ഹാത്തി, എലിഫൻറ്റ്, ലോംഡി, ഫോക്സ്, ബക്കരി, ഗോട്ട്. അപ്പോൾ ഇതെല്ലാവരും എഴുതി പഠിക്കണം. ഇതെന്തായാലും വരുന്ന ചോദ്യമാണ്. പാൽത്തു ജാൻവറേയും ജംഗ്ലി ജാൻവറേയും വേർതിരിച്ച് എഴുതാൻ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് എഴുതി പഠിക്കുക. ഇതെന്തായാലും വരുന്ന ചോദ്യമാണ്. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമുണ്ട്. അപ്പന മൻപസന്ത് ജാൻവർ കോൺസാ ഹേ. അപ്പോൾ നിങ്ങൾക്ക്
ഇഷ്ടപ്പെട്ട, മൻപസന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, മൻപസന്ത് നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട. ജാൻവർ, ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താ? ആനിമൽ, മൃഗം. ഏതാണ്? ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ബക്കരീനാണ് ഇഷ്ടം, അപ്പം ഞാനിവിടെ ബക്കരി എന്ന് എഴുതി. എനിക്ക് ആടിനെയാണ് ഇഷ്ടം, അപ്പം ഞാൻ എന്തെഴുതി? ബക്കരി എന്ന് എഴുതി. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? ഓക്കെ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പാൽത്തു ജാൻവറും ജംഗലി ജാൻവറും പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ പ്രൊഫൈൽ എഴുതാൻ പഠിച്ചു. അതേപോലെ തന്നെ നമ്മൾ പോസ്റ്റർ മേക്കിങ്ങും പഠിച്ചു. അപ്പോൾ 3 ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസാണ്. ഇനി ഇതേപോലെ തന്നെ വേറൊരു ആക്ടിവിറ്റിയാണ് ചിത്രോं के स्थान पर शब्द छोड़कर कहानी पढ़े. അപ്പോൾ ഇവിടെ ഓരോ ചിത്രങ്ങളുണ്ട്. ആ ചിത്രത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എന്തെഴുതണം? അതിൻ്റെ ശരിയായ പേര് ഹിന്ദിയിൽ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ്? ഏക്ക് ജംഗൽ ത, ഏക്ക് ജംഗൽ ത. ജംഗൽ എല്ലാവർക്കും അറിയാം, ഫോറസ്റ്റ് അല്ലേ, കാട്. ഏക്ക് ജംഗൽ ത, ഒരു കാടുണ്ടായിരുന്നു. ജംഗൽമേ ഇയാളെ പേരെന്താണ്? നമ്മൾ പഠിച്ചു അല്ലേ, ഇയാളെ പേരെന്താണ്? ഷേർ. അപ്പോൾ നമുക്ക് ഷേർ എന്ന് അവിടെ എഴുതാം. ഓക്കെ, ഷേർ എന്ന് എഴുതാം. അപ്പം ജംഗൽമേ ആരാണുള്ളത്? ഷേർ. ഓക്കെ, ഷേർ എന്ന് എഴുതി. പിന്നെ ഇവിടെ ഒരാളുണ്ട്, ഇത് ഹിരണാണ്. ഹിരൺ എന്ന് പറഞ്ഞാൽ ആരാണ്? മാനാണ്. അപ്പോൾ ഹിരൺ എന്ന് എഴുതാം. പിന്നെ ഇതാരാണ്? ബാലു. ബാലു എന്ന് പറഞ്ഞാൽ എന്താണ്? കരടി. ബാലു, കരടി. അപ്പോൾ ആരൊക്കെയാണുള്ളത്? ഷേറുണ്ട്, ഹിരനുണ്ട്, ബാലു ഉണ്ട്. ഓക്കെ, ആദി കൈ ജാൻവർ ഒരു ചിടിയ രഹത്തെ. ഇതൊക്കെ എന്താണ്? ജാൻവറാണ്, ആനിമൽസാണ്. പിന്നെ ആരൊക്കെ ഉള്ളത്? ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേർഡ്സ്, പക്ഷികൾ. അപ്പോൾ ആരൊക്കെ ഉണ്ട് ഇവിടെ? ആരൊക്കെയാണുള്ളത്? ഷേറുണ്ട്, പിന്നെ ഹിരണുണ്ട്, ബാലുണ്ട്. ഓക്കെ, ഏക്ക് ഇതെന്താ സാധനം? മരം. മരത്തിന് നമ്മൾ എന്താ എഴുതുക? പേട്. മരത്തിന് എന്താ എഴുതുക? പേട്. അപ്പോൾ പേട് എന്ന് എഴുതാൻ പഠിക്കുക. ഏക്ക് പേട് കെ നീച്ചെ ഇതാരാണ്? ഹാത്തി, എലിഫൻറ്റ്. ഓക്കെ, ഹാത്തി എന്ന് എഴുതാൻ പഠിക്കുക. ഹാത്തി. ഖടാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പേട് കെ നീച്ചെ ആരുണ്ടായിരുന്നു? ഹാത്തി, ഖടാത്ത. ഏക്ക് ഡാഷ് ഊപ്പർ സെ ഫൽ തോൽക്കൽ. ഇവിടെ മങ്കിയാണ് കേട്ടോ. അപ്പോൾ മങ്കിക്ക് എന്താ നമ്മൾ പറയുക? ബന്ദർ. മങ്കിക്ക് എന്താ പറയുക? ബന്ദർ. അപ്പം ബന്ദർ ഇവിടെ ഇത്. ഏക്ക് ബന്ദർ ഊപ്പർ സെ ഫൽ തോട്കർ. ബന്ദർ എന്താ ചെയ്തത്? മുകളിൽ നിന്ന് ഫൽ തോട്കർ. ഫൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ട് ഉസ് പർ ഡാലിനെ ലഗ. ആരെ മേലേക്ക് ഇട്ടു? ഹാത്തിയുടെ മേലേക്ക് ഇട്ടു. क्रोध से वह सूंड से डाली का हिलाने लगी. मधुमक्खियाँ छत्ती से बाहर आकर बंदर को घेरने लगी. हाथी को संतोष हुआ. അപ്പോൾ എന്താണ്? ദേഷ്യം പിടിച്ച്. ക്രോധസ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ച്. ബഹു സൂണ്ട് എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈയിലെ എന്താണ്? ഡാലി ഹിലാനയിലേക്ക് ആ കൊമ്പ് ഇളക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ എന്തായി? അവിടെ കുറേ മധുമക്ഖിയ, അതായത് തേനീച്ചക്കൂടുണ്ടായിരുന്നു. മധുമക്ഖിയ എന്ന് പറഞ്ഞാൽ തേനീച്ചക്കൂടൊക്കെ ഇളകി വന്ന് ബന്ദറിനെ ശരിയാക്കി. അപ്പോൾ ഹാത്തിക്ക് സന്തോഷ് ഹുവ. അപ്പോൾ ഹാത്തിക്ക് ഭയങ്കര ഹാപ്പിയായി. ഇതാണ് കഥ. അപ്പോൾ ഈ കഥയിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഷേറിനെ നമ്മൾ എഴുതി പഠിക്കണം, ഹിരണിനെ നമ്മൾ എഴുതി പഠിക്കണം, ബാലുവിനെ എഴുതി പഠിക്കണം, പേടിനെ എഴുതി പഠിക്കണം, ഹാത്തിനെ എഴുതി പഠിക്കണം, ഓർ ബന്ദറിനെ നമ്മൾ എഴുതി പഠിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇതിൽ ചിലതേ ഉള്ളൂ ഇല്ലാത്തത്. ബാലു ഇല്ല. ബാലുവിനെ നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. ബാലു ഇങ്ങനെയാണ് എഴുതുക. ബാലു എന്ന് പറഞ്ഞാൽ ആരാണ്? ബിയർ, കരടി. ഓക്കെ, പിന്നെ പേടും എഴുതി പഠിക്കണം. ഓക്കെ, പേടും എഴുതി പഠിക്കാൻ കൂട്ടുകാരും മറക്കരുത്. ഓക്കെ, ഇനി ഇതിന് വേറൊരു ചോദ്യം കൂടിയുണ്ട്. കഹാനി കലിയെ ഉചിത് ശീർഷക് ദേ. ഇതിനൊരു നല്ലൊരു ടൈറ്റിൽ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ജംഗൽ എഴുതാം, അല്ലെങ്കിൽ ഹാത്തി എന്ന് എഴുതാം, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജംഗൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലുള്ള ഏതെങ്കിലും വേർഡ്സ് ജംഗലുണ്ട്, അപ്പോൾ നമ്മളിവിടെ ജംഗലിന് എഴുതി. ഓക്കെ, ജംഗൽ. ഓക്കെ, എഴുതി. കോൺ ഫൽ തോട്കർ ഹാത്തി പർ ഡാൽനെ ലഗെ. കോൺ ഫൽ തോട്കർ ഹാത്തി പർ ഡാൽനെ. ആരാണ് പഴം ഹാത്തിയുടെ മേലിട്ടത്? അത് ഇയാളാണ്. ഇയാളെ പേരെന്താണ്? ബന്ദർ. ഓക്കെ, ബന്ദർ. അപ്പോൾ അതും നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത എന്താണ്? വാർത്താലാപ്
പൂർത്തി കരെ. ഇനിയൊരു കോൺവെർസേഷനാണ്. വിനു സൈക്കിൾ സെ നീച്ചെ കരെ പയർ പർ ചോട്ടിലി. വിനു സൈക്കിളിൽ നിന്ന് താഴെ വീണു. പയർ പർ ചോട്ടിലകി. എവിടെയാണ്? കാലിന് മുറിവ് പറ്റി. മിത്ര രാജു ഉസെ ആസ്പത്താൽ ലേഖയ. അവൻ്റെ മിത്രമായ അവൻ്റെ ഫ്രണ്ടായ രാജു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ക്യാ ഹുവാ ബേട്ട, എന്ത് പറ്റിയെന്ന്. അപ്പോൾ എന്ത് പറയും? സൈക്കിളിൽ നിന്ന് വീണു എന്ന് പറയും. അപ്പോൾ അതിവിടെ ഉണ്ട്, സൈക്കിൾ സെ നീച്ചെ ഗിര. അപ്പോൾ വിനു അല്ലേ പറയുന്നത്. അപ്പം ഞാൻ മേന്ന് കൂട്ടിക്കൊടുത്താൽ മതി. വിനുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ മേന്ന് എഴുതാം. സൈക്കിൾ സെ നീച്ചെ ഗിര. ഞാൻ സൈക്കിളിൽ നിന്ന് താഴെ വീണു. ഈ സെൻറ്റൻസ് ഇവിടെ എടുത്ത് എഴുതാം. ഓക്കെ, വിനുവിൻ്റെ സ്ഥലത്ത് നമ്മൾ കൊടുത്തിട്ട് ഇവിടെ എഴുതാം. കോയി ബാതിന് ഒരു പ്രശ്നമില്ല, ദർദി അഭി ദൂർ ഹോ ജായേഗ. ഓക്കെ, അപ്പോൾ പറയാ അച്ഛാ, ഓ ശരി എന്നുള്ള രീതിയിൽ പറയാം. കുച്ച് ദിൻ ആരാം കർണ ഹേ ഓർ കുച്ച്. അപ്പോൾ കുറച്ച് ദിവസം ആരാം എന്ന് പറഞ്ഞാൽ വിശ്രമം ചെയ്തത്. അപ്പം ചോദിക്കണം ഓർ കുച്ച്, ഇനി എന്തെങ്കിലും. അപ്പോൾ യഹ് ദവ പി ലീജിയെ, ഈ മരുന്നും കുടിക്കണം. ഓക്കെ, അച്ഛ ധന്യവാദ്. ഓക്കെ, താങ്ക്സ് എന്ന് നമ്മൾ പറയാം. അച്ഛ ധന്യവാദ്, അച്ഛ ധന്യവാദ്. ഓക്കെ, ധന്യവാദ്, ധന്യവാദ്. ഓക്കെ, താങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ